നീല നിലാവിന്റെ ഗദ്ഗദധാരകൾ നീളെ തുളുമ്പൂമീരാവിൽ. നീല നിലാവിന്റെ ഗദ്ഗദധാരകൾ നീളെ തുളുമ്പൂമീരാവിൽ. നമസ്കാരം. നമ്മുടെ യാത്രയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇരിട്ടിയുടെ സ്വന്തം അല്ലെങ്കിൽ സ്വകാര്യ അഹങ്കാരത്തെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരിട്ടിയുടെ സ്വന്തം അഹങ്കാരം എന്ന്. നമുക്കറിയാവുന്ന മനസ്സിലാക്കാലോ. നമസ്കാരം. നമസ്കാരം. സിബിച്ചൻ ഇരട്ടി ഇപ്പോ സിനിമ രംഗത്തും കാൽവെച്ചു. അതെ, കുറച്ചു കാലമായിട്ട് ചെറിയ രീതിയിലൊന്ന് തുടങ്ങി വെച്ചു എന്ന് പറയാം. അപ്പോ അത് നമ്മുടെ നേർച്ചപ്പെട്ടി അല്ലെ? നേർച്ചപ്പെട്ടി. അതിലെ മ്യൂസിക് നല്ല രീതിയിൽ എന്തായാലും ജനങ്ങളെ ഏറ്റെടുത്തു. അതിന്റെ വിശേഷങ്ങൾ ആദ്യം ചോദിക്കുക അല്ലെ? ഇപ്പൊ എത്രത്തോളം പിന്നെ ഭക്തിഗാനങ്ങൾ ഏകദേശം ഒരു 350ഓളം പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 150 സങ്കീർത്തനങ്ങൾ, ബൈബിളിലെ സങ്കീർത്തനങ്ങളാണ്. അപ്പൊ അത് 150 പാട്ടുകൾ ഒരു 3.5 വർഷത്തെ പ്രയത്നമാണ്. 150 സങ്കീർത്തനങ്ങളും പാട്ടുകളാക്കി രൂപപ്പെടുത്തി. അപ്പൊ അതിന് ഒരു അവാർഡൊക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി. KCBCയുടെ ഒരു അവാർഡ്, സർഗപ്രതിഭ. അങ്ങനെ ഒരു അവാർഡ് അർഹമായ കൈകളിൽ കിട്ടിയിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു ഭാഗ്യം. 3 വർഷം ഇതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു. 3.5 വർഷക്കാലം മാറ്റി വെച്ചു. ഒന്ന്, ഈ സങ്കീർത്തനം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പാട്ടുകളായിട്ടാണ് അതിന്റെ മൂല ഗ്രന്ഥത്തിലുള്ളതെങ്കിലും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പം അത് കവിതാ രൂപത്തിലല്ല, ഗദ്യരൂപത്തിലാണ്. പക്ഷെ ആ ഗദ്യരൂപത്തിലുള്ളത് ഒരു അളവിൽ കൃത്യമായിട്ട് ഒരു സംഗീത രൂപത്തിലോട്ട് മാറ്റാനായിട്ട് കുറെ പണിപ്പെട്ടു. അപ്പം അങ്ങനെയാണ് അത് ഇത്രയും സമയമെടുത്തത്. അതിന് ഒരു ചെറിയൊരു 2 വരി നമുക്ക്. സങ്കീർത്തനങ്ങളില് 23-ാം സങ്കീർത്തനം പാടിയിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പ്രശസ്തയായ സിനിമാ പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാറാണ്. അപ്പൊ സിത്താര പാടിയ ആ ഗാനം ഞാനൊരു 2 വരി പാടാം. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്കു വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതിനീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത്തരത്തിലുള്ള സങ്കീർത്തനം അല്ലെ? 3.5 വർഷക്കാലം അതിലേക്ക്. അതിനു മുമ്പ് വർഷങ്ങളോളം നമ്മളിപ്പോ ഈ ഒരു ഫീൽഡ് തന്നെ ഉണ്ടായിരുന്നു. അതെ അതെ അല്ലെ? പിന്നെ ഷാലോം ടിവിയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം ഞാൻ ആത്മീയ യാത്ര ചാനലില്, പിന്നെ വീണ്ടും ഡിവൈൻ TV, ഗുഡ്നസ് എന്നറിയപ്പെടുന്ന ഡിവൈൻ TV, അങ്ങനെ ഈ ക്രിസ്ത്യൻ മീഡിയകളിലൂടെ ആയിരുന്നു. അതുപോലെ ഒത്തിരി ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ? അതെ, ആൽബം സോങ്സ്. എന്റെ പാട്ടുകള് ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗായകൻ എന്ന് ഞാൻ പറയും. ഗസലുകളുടെ രാജകുമാരൻ ഹരിഹരൻ, അതുപോലെ തന്നെ കാർത്തിക്, നമ്മുടെ മലയാളിയായ മഞ്ചരി, അതുപോലെ ശ്രീനിവാസ് ചെന്നൈ,
അങ്ങനെയുള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഗായകരും പിന്നെ എൻ്റെ പാട്ടുകൾ പാടാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണലിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് കെസ്റ്റർ. കെസ്റ്റർ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു ബന്ധം കൂടെ കെസ്റ്ററുമായിട്ടുണ്ട്. നമ്മുടെ ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, വിൽസൺ പിറവം, എലിസബത്ത് രാജു, ഫീമെയിൽ പിന്നെ മിഥില മൈക്കിൾ, ഒത്തിരി പേര് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. എന്തായാലും നമ്മുടെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിലെ ഗസൽ രാജകുമാരനാണ് എന്നോടൊപ്പം ഉള്ളത് എന്ന വിശേഷണം സോഷ്യൽ മീഡിയയിലുണ്ട്, ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്തായാലും ഗസലിന്റെ രീതിയിലേക്കാണ് ഇപ്പോഴുള്ള ഒരു മൂഡും കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും. അല്ലെ, നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിന്റെ പേരെന്ന് പറഞ്ഞു സിബിച്ചൻ ഇരിട്ടി എന്നാണ് ചാനലിന്റെ പേര്. സിബിച്ചൻ ഇരട്ടി. രാഗാർദ്രം എന്ന ഒരു പേരിൽ സിബിച്ചൻ പാടുന്നു എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഞാൻ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാം ബാബുരാജിന്റെ പാട്ടുകൾ, പഴയ പാട്ടുകൾ, ദേവരാജൻ മാഷ്, ജോൺസൺ മാഷ്, അങ്ങനെ മെലഡി ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു 2-2.5 മണിക്കൂർ പ്രോഗ്രാം, ലൈവ് പ്രോഗ്രാം. അവർക്ക് അതിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട് ഒരു ഇരടികളും മൂളുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ചുവട് പിടിച്ച് അവിടത്തേക്ക് എത്തണം എന്ന് കൂടി അഭ്യർത്ഥിക്കുക. ബാബുക്കായുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകളിൽ ഒന്ന്, ബാബുരാജിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്, മലയാളിക്ക് ഇഷ്ടമാണ്. അപ്പം ബാബുരാജിന്റെ ആ പാട്ട് ഒന്ന് 2 വരി പാടാം. തേടുന്നതാരേ ശൂന്യതയിൽ ഈറൻമിഴികളെ നിങ്ങൾ തേടുന്നതാരേ നിലാവിന്റെ ഗദ്ഗദധാരകൾ നീളെ തുളുമ്പൂമീരാവിൽ, നിലാവിന്റെ ഗദ്ഗദധാരകൾ നീളെ തുളുമ്പൂമീരാവിൽ, ശോകത്തിൻ സാഗര തീരത്തിലേകയായി കണ്ണീരണിഞ്ഞു ഞാൻ നീപ്പൂ, കണ്ണീരണിഞ്ഞു ഞാൻ നീപ്പൂ, തേടുന്നതാരേ ശൂന്യതയിൽ. എന്തായാലും ഈ കയ്യടി എന്തായാലും കുറെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി. കുറച്ചു കാലമായിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട് യൂട്യൂബിലേക്ക്. അതൊന്ന് ഞാനൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ മേഖലയിലായിരുന്നു, സംഗീത രംഗത്തായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് തൃപ്പൂണിത്തുറ RLB മ്യൂസിക് കോളേജിലെ ഗാനഭൂഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാധാരണ പ്രോഗ്രാമുകളും ഗാനമേളകൾ, അതിനൊക്കെ കീബോർഡിസ്റ്റ് ആയിട്ടായിരുന്നു എൻ്റെ രംഗപ്രവേശം. കീബോർഡ് വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഷാലോം TV ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നത്. അങ്ങനെ ആ ചാനലിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് ഇതേ മേഖലയിൽ തന്നെ ആത്മീയ യാത്ര ചാനൽ, ഡിവൈൻ്റെ ഗുഡ്നസ് TV. അപ്പൊ ആ ചാനലുകളിലെല്ലാം ഈ ഭക്തിഗാന രംഗത്ത് പ്രവർത്തിച്ച് പാട്ടുകൾ എനിക്ക് വരുന്നത് മുഴുവൻ അതാണ്. പാടാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഭക്തിഗാനങ്ങളാണ്. കമ്പോസ് ചെയ്യാനായിട്ട് കിട്ടിയ അവസരങ്ങളെല്ലാം അത് തന്നെയായിരുന്നു. മനസ്സിനകത്തുണ്ടായിരുന്ന ആ വാതിൽ തുറന്നിട്ട് യൂട്യൂബിലേക്ക് കൂടി പുറത്തേക്ക് എത്തി. ഇപ്പൊ യൂട്യൂബില്, കാരണം നമ്മള് ശരിക്കും ഒരു ഗായകൻ എന്നുള്ള രീതിയിലോ സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിലോ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പഴയ മലയാള സിനിമാ ഗാനങ്ങളിലൂടെ നമ്മുടെ, കാരണം പണ്ട് നമ്മൾ റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരുന്ന ഈ ബാബുരാജിന്റെയും ദക്ഷിണാമൂർത്തി സ്വാമികളുടെയും ദേവരാജൻ മാഷറുടെയും ഒക്കെ പാട്ടുകളാണ് നമ്മുടെ ചെവിയിലും ഹൃദയത്തിലും ഉള്ളത്. അപ്പൊ അതിന്റെ ചുവട് ശരിക്കും യേശുദാസൻ എന്ന് പറഞ്ഞ മഹാഗായകന്റെ ഗാനഗന്ധർവന്റെ പാട്ടുകളൊക്കെയാണ് നമ്മളെ പാടാൻ ശരിക്കും പറഞ്ഞ പ്രേരിപ്പിച്ചിട്ടുള്ളത്. കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. അപ്പൊ അതൊക്കെ നമ്മൾ പിൻപറ്റിയാണ് ഒരു പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരുടെയും പാട്ടുകൾ കേട്ടതിന്റെ ഒരു
ഒരു ഒരു ഫീഡ്ബാക്ക് മനസ്സിലുണ്ട്. അപ്പോ അങ്ങനെ അപ്പൊ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുരാജ് പാടിയ പാട്ടുകളൊക്കെ എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് പാടാനൊരു അവസരമില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അതെ, യൂട്യൂബ് ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ മീഡിയ ഉള്ളത് കൊണ്ട് അപ്പൊ ഞാൻ ഓർത്തപ്പം അത് ശരിക്കും കോവിഡാണ് അതിനൊരു വഴിയൊരുക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. ആ കോവിഡ് കാലത്ത് ചുമ്മാ വീട്ടിലിരുന്ന് 1-2 പാട്ടുകളൊക്കെ ജസ്റ്റ് ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലൊക്കെ ഇടുകയും പലരും അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് പിന്നീട് ശരിക്കും എന്റെ കുടുംബം ആണ് അതിന് ഏറ്റവും സപ്പോർട്ടായത്. എന്റെ ഭാര്യ. അപ്പൊ ഭാര്യ കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ ഭാര്യയുടെ പേര് സിജിമോൾ KC. ടീച്ചറാണ്. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. മക്കള് 2 പേര്. ഒരാൾ ആൻമരിയ സിബിച്ചൻ, രണ്ടാമത്തെ ആള് സിസിൽ മരിയ. ആൻമരിയ ഇപ്പം ലണ്ടനില് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സിസിൽ മരിയ അതേ പ്രൊഫഷണൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂര്. അപ്പൊ അവരുടെ സപ്പോർട്ടാണ് ശരിക്കും എന്റെ ഭാര്യയുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ രീതിയിൽ. ഇപ്പോഴും ഞാനിപ്പോ ഒരു 41 പാട്ട് ആണ് ഇപ്പം പാടി ഹാർമോണിയം വായിച്ച് പാടുന്ന. അതായത് വേറെ ട്രാക്കോ ട്രാക്കോ കരോക്കയോ ഒന്നും ഇതേ ഈ സ്റ്റുഡിയോയിൽ വെച്ച് ഹാർമോണിയം വായിച്ച് റെക്കോർഡ് ചെയ്യും. അതെന്റെ വൈഫും അല്ലെങ്കിൽ മക്കളുമാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം ഞാൻ ശരിക്കും 2-3 കുറച്ച് പാട്ടുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെറിയൊരു മടിയൊക്കെ പിടിച്ചോ, ഇത് എപ്പോഴും ചെയ്യാനുള്ള ഒരു മടി. അപ്പൊ എന്റെ ഭാര്യ തന്നെ നിർബന്ധിച്ച് പറയുന്നത് അടുത്ത വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആളുകളും തയ്യാറായി കാത്തിരിക്കാൻ തുടങ്ങി അല്ലേ? അത് ഇപ്പം തീർച്ചയായിട്ടും ആൾക്കാർ അതിനെ വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു പാട്ടുകള് യൂട്യൂബിൽ പാടിയിടാൻ തുടങ്ങിയ ശേഷം ദിവസവും ആൾക്കാര് പുതിയ ബന്ധങ്ങൾ ഉണ്ടായി. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഒരു റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. കാരണം അവരുടെ മനസ്സിലുള്ള കൊടുക്കുന്ന ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന പാട്ടുകളാണ് പാടുന്നത് മെയിനായിട്ടും. പിന്നെ അവർ പറയുന്നത് ഈ ഓർക്കസ്ട്രയുടെ വലിയ ഒരു ബഹളങ്ങളില്ലാതെ ഈ ഹാർമോണിയവും പാട്ടും മാത്രമായിട്ട് അവർക്ക് കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ വരികളൊക്കെ കൃത്യമായിട്ട് എത്തുന്നു. അപ്പൊ അത് അവരെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട്, ആനന്ദിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ വരാൻ തുടങ്ങിയോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും അങ്ങനെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ ഒരു പൈസ എന്നുള്ളതിനേക്കാൾ സന്തോഷം ഈ ആൾക്കാര്. അപ്പൊ ഞാൻ ശരിക്കും ഓർത്തിട്ടുണ്ട് ഈ സംഗീതം ഇത്രമാത്രം ഇഷ്ടപ്പെട്ട് ഇത്രമാത്രം ഇതിന്റെ ആരാധകരായിട്ട് ഈ പാട്ടുകളെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടെന്നുള്ളത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്റെ പ്രൊഫഷനാണ്. കുഞ്ഞിലേ മുതലേ ഞാൻ സംഗീതമാണ് എന്റെ ജീവിതത്തില്. എന്നാൽ പോലും എനിക്ക് ഇത്രയും ഒരു ഭ്രാന്തമായ ഒരു സംഗീതത്തോടുള്ള. അപ്പം ചിലരൊക്കെ ഇതുപോലുള്ള പാട്ടുകൾ ഇങ്ങനെ സ്ഥിരം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഈ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ ഫുൾ ടൈം കേൾക്കുക, അത് പെൻഡ്രൈവിലാക്കി കാറിൽ ഫുൾ ടൈം പ്ലേ ചെയ്യുക. ഞാൻ പറയുന്നത് ശരിക്കും ഒരു വലിയൊരു ഭ്രാന്തമായ ഒരു ആവേശമുണ്ട് പാട്ടിനോടുണ്ട്. അപ്പൊ അത് എന്നെപ്പോലുള്ള ഞാൻ പറയും എന്നെപ്പോലുള്ള ഒരു പാട്ടുകാരന്റെ പാട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പഴയ തലമുറയിലെ അതുപോലുള്ള ലെജൻസുകളാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനെ വെയിറ്റ് ചെയ്യാൻ ഇന്നൊന്നും ആർക്കും പറ്റുന്നില്ല. അപ്പൊ അതേ സമയത്ത് ഭക്തിഗാനങ്ങൾക്കും പ്രാധാന്യം ഉണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും അതും കേൾക്കാൻ കാത്തിരിക്കുക. അതെ, ഭക്തിഗാന രംഗത്ത് വിളക്ക് എന്ന ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യാറുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം. അത് പാലായിലുള്ള ഒരു സൈജു തുരുത്തിയിൽ എന്ന് പറഞ്ഞൊരു MCBS ഒരു വൈദികനുണ്ട്. അപ്പൊ അച്ഛൻ ഇന്ത്യൻ ആത്മീയതയുടെ ഒരു പ്രചാരകനാണ്. യോഗ, അതുപോലെ തന്നെ ശുദ്ധ സംഗീതം, ഈ വലിയ ബഹളങ്ങളുള്ള പാട്ടുകളോ അല്ലെങ്കിൽ ബഹളങ്ങളുള്ള പ്രാർത്ഥനയോടോ ഒന്നും താല്പര്യമില്ല. വളരെ ശാന്തമായി ഇരിക്കുക, അപ്പം ഉള്ളിലേക്ക് നോക്കുക, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ. ക്രിസ്തു നിന്റെ ഉള്ളിലാണ്. അപ്പൊ അതാണ് ശരിക്കും യാഥാർത്ഥ്യം.
അപ്പൊ അതിൽ മനസ്സിലാക്കാതെ ആൾക്കാർ ഇങ്ങനെ ഓടുകയാണ് ഓരോ സ്ഥലത്തോട്ടും. അതെ അതെ എവിടെ ഓടണ്ട, നമ്മൾ ഇരിക്കുന്നിടത്തൊന്ന് ശാന്തമായിട്ടൊന്ന് ഇരുന്നാൽ മതി, ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടല്ല. അപ്പൊ ഞങ്ങൾ വിളക്ക് എന്നാണ് അതിന്റെ പേര്. അപ്പം ക്രിസ്ത്യൻ ഗസൽ എന്നാണ് അതിന്റെ ഒരു ടാഗ് ലൈൻ. അതില് ഒരു ലൈവായിട്ട് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബർ 23 പാലാ ഭരണങ്ങാനത്ത് അതിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം നാട്ടിലേക്കാണ് മെയിനായിട്ടും, ആ ഭാഗത്താണ് ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ പാടിയ, സാധാരണ അതിനകത്ത് പാടുന്ന പാട്ടുകൾ എല്ലാം തന്നെ ഒരു ഗസൽ മൂഡിലുള്ള പാട്ടുകളാണ്. കഴിഞ്ഞ ഇടയ്ക്ക് കാർത്തിക് പാടിയ, ഞാൻ സംഗീത സംവിധാനം ചെയ്ത ഒരു ഗാനമുണ്ട്, പാതയും നീയേ പാതയും നീയേ. ഈ ഗാനം എഴുതിയിരിക്കുന്നത് ഫാദർ ജോജോ തലികസ്ഥാനം എന്ന ഒരു വൈദികനാണ്, CMI ഫാദറാണ്. അദ്ദേഹം ഗുജറാത്തിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനമാണ് കാർത്തിക് പാടി. അത് ഞാൻ കമ്പോസ് ചെയ്തതിനേക്കാൾ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി അദ്ദേഹം പാടി വന്നപ്പോഴത്തേക്ക്. പാതയും നീയേ പാതയവും നീയേ, പാതി വഴിയിൽ പിരിയാതെ കാക്കണേ, പല കാഴ്ചയിൽ മനം പതറാതെ കാക്കണേ, പിഴയ്ക്കാതെ കാക്കണേ എൻ ജീവനേ. ഈ യാത്രയിൽ പാതയും നീയേ പാതയവും നീയേ, പാതി വഴിയിൽ പിരിയാതെ കാക്കണേ. അപ്പൊ ഇരട്ടി എന്ന പേര് നെഞ്ചോട് ചേർത്തു. ഒരു അയ്യങ്കുന്നുകാരനായിരുന്നു. ആ കഥ ഒന്ന് പറയാവോ? ഞാൻ ജനിച്ചു വളർന്നത് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ എന്ന സ്ഥലത്താണ്. കുളങ്ങര മുറിയിൽ നിന്നാണ് എൻ്റെ വീട്ടുപേര്. അപ്പം ചാച്ചന്റെ പേര് ജോസഫ്, അമ്മയുടെ പേര് അന്നമ്മ. ചിന്നമ്മ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. എനിക്ക് ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. ഞങ്ങൾ 3 ആണുങ്ങളും ഒരു പെൺകുട്ടിയും. അങ്ങനെ ഞങ്ങൾ 4 പേരാണ്. ഞാൻ ഏറ്റവും മൂത്തയാള്. അങ്ങാടിക്കട സെക്രട്ടേറിയറ്റ് ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ പഠനം. അതിനുശേഷം RLV മ്യൂസിക് കോളേജിൽ സംഗീത പഠനത്തിനായിട്ട് ചേർന്നു. അത് കഴിഞ്ഞപ്പം മുതൽ ഇങ്ങനെ സംഗീതവുമായുള്ള മോഹൻലാൽ പറഞ്ഞ പോലെ ഊരി ചുറ്റുന്ന യാത്രയായിരുന്നു. അപ്പം ഇരിട്ടിയിലേക്ക് വന്നത്, അതിനുമുമ്പ് ഇരിട്ടിയിൽ നിന്നുള്ള പേര് വരാൻ കാരണം, ഞാൻ ഷാലോം TV വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സിബിച്ചൻ എന്ന പേരിൽ എനിക്ക് തോന്നുന്നൊരു 3-4 പേരുണ്ട്. അപ്പൊ ഓരോരുത്തരെ അവരുടെ സ്ഥലപ്പേര് വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അന്ന് ഇരിട്ടിയിൽ നിന്ന്, അപ്പം സിബിച്ചൻ ജോസഫ് എന്നാണ് എന്റെ ഫുൾ നെയിം. അപ്പൊ അവര് എഡിറ്റിംഗില് എന്റെ ഈ എൻ ക്രെഡിറ്റ് എഴുതി കാണിക്കുമ്പോ, അപ്പൊ അവിടെയുള്ള അന്ന് ഏതോ ഒരു എഡിറ്റർ സിബിച്ചൻ ഇരിട്ടി ആക്കി. അതോടുകൂടി ഇരിട്ടിക്കൊപ്പമായി. അപ്പം അത് വളരെ ആകസ്മികമായിട്ടുണ്ടായ ഒരു പേരാണ്. ഞാൻ തിരഞ്ഞെടുത്ത ഒരു പേരല്ലത്, അതിങ്ങനെ വന്നു പെട്ട ഒരു പേരാ. പക്ഷെ അത് ഇപ്പോ ഇരട്ടിയിലോട്ട് താമസം മാറ്റി ഇരിട്ടിക്കാരനായി. ഇരിട്ടിയിൽ നിന്ന് അറിയപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്കും വലിയൊരു അഭിമാനമായി. ചെന്ന് ലോകം മുഴുവൻ അറിയുന്നു. നമ്മള് നെറ്റിലൊക്കെ തപ്പുമ്പോഴേക്കും ഇങ്ങനെ വരികയാണ്. ഞാൻ അഹങ്കാരത്തോ അല്ല അസൂയ അറിയാൻ നോക്കി, എന്റെ പേര് വരുമ്പോ വരുന്നുണ്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണല്ലേ സിബിച്ചൻ ഇരട്ടി. കാരണം ഇന്ന് ഒത്തിരി ആൽബങ്ങള്, അതുപോലെ തന്നെ ഡിവോഷണലും കഴിഞ്ഞ് ഇപ്പൊ സ്വന്തമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് വന്നു. സിനിമയുടെ കഥയിലേക്ക് ഞാൻ എത്തിയില്ല. സിനിമയുടെ കഥ ബാബുജോൺ സംവിധാനം ചെയ്ത നേർച്ചപ്പെട്ടി. അതിലേക്ക് വരുന്നത്, ബാബുജോൺ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇടയിൽ പലപ്പോഴും സ്റ്റുഡിയോയിലൊക്കെ വെച്ച് കാണാറുണ്ട്. ഒന്നിനൊരു ഡബ്ബിംഗ് വർക്കുകൾക്കും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ഇത് വളരെ യാദൃശികമായാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് കലാഭവൻ മണി ഒക്കെ സജീവമായിരുന്ന കാലഘട്ടത്തിൽ ഒരു ചങ്ങനാശ്ശേരിയിലുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് കലാഭവൻ മണിയെ വെച്ചൊരു സിനിമ
അത് പ്ലാൻ ചെയ്യുകയും അതിൽ ഒരു പാട്ട് അന്ന് എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ച് അതിന്റെ പൂജയൊക്കെ കഴിഞ്ഞു. ഒരു പാട്ട് ട്രാക്കൊക്കെ പാടി റെക്കോർഡിങ് കഴിഞ്ഞു. പക്ഷെ ആ പടം പകുതി വെച്ച് അങ്ങ് നിന്നുപോയി. അതുകൊണ്ട് ഏതൊരു കലാകാരന്റെയും ഫസ്റ്റ് പടം പെട്ടിയിലാണ് എന്ന് പറഞ്ഞ പോലെ ആ പ്രോജക്റ്റ് അവിടെ നടന്നില്ല. അപ്പൊ അതിനുശേഷം പിന്നെ സിനിമ എന്നുള്ള ഒരു ഇതിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശ്രമിച്ചില്ലെന്നതാണ്. പിന്നെ ഇപ്പുറത്ത് എനിക്ക് പിന്നെ മറ്റ് വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ പിന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ അങ്ങ് പോയി. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, അത് നേടിയെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗീതം എന്നുള്ള ഈ ഒരു വലിയ കാര്യം സ്വായത്തമാക്കി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടതാണ്. കാരണം ഞാൻ അറിയാതെ അതെ പിന്നെ ജന്മന എനിക്ക് കിട്ടിയ താലന്താണ്. അപ്പം ഈശ്വരാനുഗ്രഹം കൊണ്ട് ദൈവത്തിന്റെ വലിയൊരു കൃപ കൊണ്ട് കുറെ പിന്നെ സ്നേഹിതരെ, കുറെ സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്ന ലോകത്ത് എവിടെ ചെന്നാലും എന്നെ അറിയുന്ന ഏതെങ്കിലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാകും സിബിച്ചനിരട്ടി. അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാൻ കരുതുന്നത്. ഇപ്പോഴും ഓരോരുത്തർ ഫോണിൽ വിളിച്ച് ഇത് ഞാൻ ഇന്നടത്തു നിന്നാണ് വിളിക്കുന്നത്, സിബിച്ചന്റെ പാട്ട് കേട്ടു, അല്ലെങ്കിൽ സിബിച്ചൻ കമ്പോസ് ചെയ്ത പാട്ട് കേട്ടു. ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുന്നത് എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ കണ്ടു. അപ്പൊ അത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിത്രയും എവിടെ ചെന്നാലും കേരളത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും സുഹൃത്തുക്കളുണ്ട്, അറിയുന്നവരുണ്ട്. അപ്പൊ അതൊരു വലിയൊരു സമ്പത്തായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഒരു ചെറിയൊരു പുഴ പോലെ തന്നെ എന്താണ് ചെറിയൊരു സംഗീത അരുവിയായിട്ട് ജീവിതം എങ്ങനെ ഒഴുകി അങ്ങ് പോവുകയാണ്. എന്റെ കൂടെ അതിനൊപ്പം ഒഴുകാൻ എന്റെ ഫാമിലിയും. വേറെ വലിയ പ്രശ്നങ്ങളോ എന്താണ് ജീവിതം സുഖമായിട്ട് അങ്ങ് ഒഴുകുന്നു. അപ്പൊ അതിനകത്ത് എന്താണ് സാധാരണ എല്ലാവർക്കും ഉള്ള പോലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട്, എന്റെ ജീവിതത്തിലുമുണ്ട്. അപ്പം രോഗങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പാട്ടും പാടി അങ്ങ് സുഖമായിട്ട് അങ്ങ് കടന്നു പോകുന്നു. വളരെ അങ്ങനെ വലിയ ഭാരമൊന്നും എടുത്തുകൊണ്ട് നടക്കുന്ന ഒരാൾ. പ്രൊജക്ടുകൾ എന്തെങ്കിലും പുതിയ പ്രൊജക്ട് എന്ന് പറയാനായിട്ട് സിനിമകളുടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. എന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് സൂപ്പർ നായകന്മാരെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് ജോണി ആന്റണി. അപ്പം ജോണിച്ചായൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. പിന്നെ ജോണിച്ചായൻ വഴി ലാൽ ജോസ് അതുപോലെ കുറെ ഉണ്ട്. പിന്നെ ഞാൻ തിരുവല്ലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബ്ലസ്സി സാറുമായിട്ട് നല്ലൊരു ബന്ധം, ബ്ലസ് സാറിന്റെ വീട്ടിൽ പോകുമായിരുന്നു. പക്ഷെ ഇവരൊക്കെ ആയിട്ടുള്ള വ്യക്തിപരമായ ബന്ധമൊന്നും ഞാൻ എന്റെ ഒരു പ്രൊഫഷനുമായിട്ട് അങ്ങ് കൂട്ടി ഉപയോഗിച്ചിട്ടില്ല. കാരണം അതിനു വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ജോണിച്ചാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, സ്വിച്ച ഇനിയിപ്പോ ഒരു സിനിമയിലോട്ടൊക്കെ കാലെടുത്ത് വെക്കണം. അപ്പൊ കാലെടുത്ത് വെച്ചു. അതെ, രണ്ടാമത്തെ കാലം കൂടെ എടുത്ത് വെക്കണം. അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായ ഒരു ചിന്ത, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമ മാത്രമല്ല നമ്മുടെ എസ്റ്റാബ്ലിഷ് ആകാനുള്ള ഒരു മീഡിയം. കാരണം ഇപ്പം എത്രയോ മ്യൂസീഷ്യൻസ് പുതിയ പാട്ടുകളുമായിട്ട് പാട്ടുകാരൻ എത്ര പേരാണ്. സിനിമയൊന്നും വേണമെന്നില്ല, സോഷ്യൽ മീഡിയ തന്നെ ഇപ്പൊ തരംഗമായി. അപ്പം ഞാൻ പറയും ഈ യൂറോപ്യൻ നാടുകളിലോട്ടാണേലും ഹോളിവുഡിലൊക്കെ ആണെങ്കിലും സിനിമയിൽ ഉള്ള പാട്ടുകൾ എന്നുള്ള രീതിയിലല്ല സംഗീതം അവിടെ അറിയപ്പെടുന്നത്. അത് സംഗീതത്തിന്, മ്യൂസിക്കിന് അവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പം മ്യൂസിക് അത് വേറൊരു ഇതാണ്. അപ്പം ഹോളിവുഡിലുള്ള സിനിമാ നടന്മാരെക്കാളും നടിമാരെക്കാളും സെലിബ്രിറ്റിയാണ് അവിടുത്തെ ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു പാട്ട് എഴുത്തുകാരൻ. അപ്പൊ അത്രയും വലിയ മാറ്റം അതുപോലെ ഇവിടെ വരണം. കാരണം പാട്ടുകാർക്കും ആസ്വാദകർ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് എത്തേണ്ട വിഭവങ്ങൾ ഇല്ലെന്നുള്ളതാണ്. പിന്നെ സിനിമ നമ്മള് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഏറ്റവും അങ്ങേയറ്റം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കാണുന്നു. അപ്പൊ അത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം സിനിമ അങ്ങനെ ഒരു സ്വപ്ന ലോകമായിട്ട് ജനങ്ങളെല്ലാരും അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ സിനിമയ്ക്ക് ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പറയും എപ്പോഴും
പിന്നെ സിനിമ ഒരു 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 മീഡിയമാണ്. ആസ്വാദന തലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നാടൻ പാട്ട് ട്രെൻഡാണ്. ഇപ്പൊ പണ്ട് പറഞ്ഞ ഇപ്പൊ സ്റ്റേജിലൊക്കെ നാടൻ പാട്ടെന്ന് പറയുന്നത് തകർക്കുകയാണ്. അപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സിനിമാ ലോകത്തേക്കാണ്. ഇപ്പൊ സിനിമാ ലോകത്തേക്ക് കാല് വെച്ചെങ്കിൽ രണ്ടാമത്തെ കാല് കൂടി എടുത്തു വെക്കാൻ വേണ്ടി ഞങ്ങൾ പുറകുന്ന ഉന്തി തള്ളിക്കയറ്റുവാണ്. എന്തായാലും സിബിച്ച് ഇരട്ടി എന്നുള്ളത് ഇനി സിനിമാ വേഗതയിൽ വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സിനിമാ ഗാനത്തോടെ നമുക്ക് അത് തുടക്കാവാം. അതെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകരിൽ ഒരാള് ശരത്താണ്. ശരത്തിന്റെ ആദ്യത്തെ സിനിമയുണ്ട് ക്ഷണക്കത്ത്. അനുരാഗമോലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ, ഇരുളി വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ, ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ, ഈ വിണ്ണിലെങ്ങുമേ ആനന്ദമില്ലയോ, നിഴലായി നിലാവിൽ മാറി വീഴാൻ വെറുതെയൊരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർ കണങ്ങളെ ശാന്തമായി തലോടും കുളിർകാറ്റിൻ ഈണമേ, ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാദ്രനൊമ്പരം കാണാൻ മറന്നു പോയോ, മംഗളങ്ങളരുളും മഴനീർ കണങ്ങളേ. നമ്മൾ നേരത്തെ പറഞ്ഞു അയ്യങ്കുന്ന് പഞ്ചായത്ത് നിന്നാണ് ഇരിട്ടിയിലേക്കുള്ള യാത്ര. അതുപോലെ തന്നെ ഒത്തിരി പേരെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരേണ്ടി വരും അല്ലെ? തീർച്ചയായിട്ടും. ഗുരുതുല്യരായവര്, അതുപോലെ തന്നെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലുള്ള ആളുകള് അല്ലെ? ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ ആരുടെയൊക്കെ പേരുകൾ പറയും? അല്ല, തീർച്ചയായിട്ടും എന്റെ സംഗീത ജീവിതത്തിലേക്ക് ആദ്യം എന്നെ കൈപിടിച്ച് നടത്തിയതെന്ന് പറയാനായിട്ട് എന്റെ കുടുംബം തന്നെയാണ്. എന്റെ വല്യമ്മച്ചി നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. അത് ശരി. ഞങ്ങളുടെ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ജപമാല ചൊല്ലി ഉള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചത്. എന്റെ അപ്പൻ, ഞങ്ങൾ മക്കള്, എന്റെ അപ്പന്റെ അനിയന്മാര്, പെങ്ങള് എല്ലാവരും കൂടെ ഒരുമിച്ച് വല്യമ്മച്ചിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ഉള്ള പാട്ടുകൾ മുഴുവൻ പാടുകയാണ്. അപ്പൊ അത് ശരിക്കും അങ്ങനെയാണ് എന്റെ ഉള്ളിലേക്ക് പാട്ട് വന്നത്. വല്യമ്മച്ചി ഇതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. വല്യമ്മച്ചിയുടെ മൂത്ത മകനാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ പരിഗണനയും സ്നേഹവും ഒരു വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം എന്റെ ഒരു പാപ്പൻ, എന്റെ അപ്പന്റെ അനിയൻ ആനിച്ചൻ പാപ്പി എന്ന് പറയും. ആനിച്ചൻ പാപ്പിയാണ് ഒരു ഹാർമോണിയം ഒരു സെക്കൻഡ് ഹാൻഡ് വരയ്ക്ക് എവിടുന്നോ കിട്ടി, അത് വീട്ടിൽ കൊണ്ടുവച്ചു. ഞാനന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുക. അങ്ങനെ ഈ ആനിച്ചൻ പാപ്പിയുടെ ഒരു സുഹൃത്ത് വർക്കിയാശാൻ എന്ന് പറഞ്ഞ എന്റെ ഗുരുനാഥൻ എന്റെ വീട്ടിൽ വരുന്നു. അപ്പൊ ഈ ഹാർമോണിയം കണ്ടുകൊണ്ട് ഇത് ആരാണ് വായിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ചുമ്മാ മേടിച്ചു വെച്ചെന്നേ ഉള്ളൂ, ഇവനെന്തൊക്കെ ഒച്ച കേൾപ്പിക്കും എന്നൊക്കെ പാപ്പൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് കേട്ടിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഈ കുർബാനയില് പ്രവേശനഗാനമായിട്ട് ദൈവകുമാരൻ കാൽവരിക്കുന്നിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പൊ ആ പാട്ട് എന്റെ മനസ്സിലായിട്ട് ട്യൂണുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ ഒരു വിരൽ കൊണ്ടൊക്കെ കുത്തി 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 ഇതിന്റെ ആ ഒരു ട്യൂണ് ഇതുവരെ എത്തിച്ചു, ഒരു 4 വരി. അപ്പൊ അത് മാത്രം ഞാനിങ്ങനെ വായിക്കും. അപ്പൊ പാപ്പൻ എന്നോട് പറഞ്ഞാൽ നീ ആ വായിക്കുന്ന അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞപ്പോ ഞാൻ മെല്ലെ മടിച്ച് ഇതൊന്ന് അപ്പോ വർക്കിയാശാൻ അന്നേരം പറഞ്ഞു, ഇവന് നല്ല മ്യൂസിക് സെൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവനെ എന്നാ പാട്ട് പഠിപ്പിച്ചാലോ. പറഞ്ഞു എന്നാ ആശാൻ തന്നെ പഠിപ്പിച്ചു. അപ്പൊ വർക്കിയാശാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ആരും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. വർക്കിയാശാൻ അന്നേരം കുഞ്ഞമ്പു മാഷ് എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ട്. അപ്പം കുഞ്ഞമ്പു മാഷ് സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെയാണ്, ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിച്ചിട്ടുള്ള ആളാണ്, പഠിച്ച ആളാണ്. കുറെ ശിഷ്യ സമ്പത്തുണ്ട്. അപ്പം ഞാൻ കുഞ്ഞമ്പു മാഷ് എടുത്ത് പഠിക്കുന്നേ ഉള്ളൂ.
പാപ്പൻ പറഞ്ഞു ആശാൻ അറിയാവുന്ന കാര്യങ്ങൾ ഇവന് പറഞ്ഞു പറഞ്ഞു അന്ന് അവിടുന്ന് അന്നേരം താഴെ എങ്ങാണ്ട് പോയിട്ട് ഒരു പഴുക്കടക്കൊക്കെ എറിഞ്ഞിട്ട് ഇട്ടുകൊണ്ട് വന്ന് വെറ്റില എടുത്ത് വെച്ച് ഏതാണ്ട് ഒരു രൂപ തൊട്ടും വെച്ച് അന്ന് വർക്കാശാൻ ദക്ഷിണ വെച്ച് തുടങ്ങിയതാണ്. അത് ഇപ്പോഴും ഇന്നും ആ ബന്ധം തുറന്നുകൊണ്ടിരിക്കുന്നു. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ RLV മ്യൂസിക് കോളേജിൽ കൊണ്ട് അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകുന്നത് പോലും എന്റെ അപ്പന്റെ കൂടെ എന്റെ ഗുരുനാഥനാണ്. അപ്പൊ ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും ഇന്നും വർക്കാശാൻ എന്നോടുണ്ട്, എനിക്ക് അങ്ങോട്ടും. ഇപ്പം ഒരു ഗുരുനാഥന്റെ ഒക്കെ സ്നേഹവും വാത്സല്യവും ആ കരുതലും ഒക്കെ അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഹാർമോണിയം വായിച്ച് ഒക്കെ വരുന്നതിനകത്ത് പീറ്ററാശാൻ, നമ്മുടെ അങ്ങാടിക്കടവയുടെ വകക്കാരനാണ്, ആനപ്പന്തിയിൽ താമസിക്കുന്ന പീറ്ററാശാൻ കരിക്കോട്ടക്കരി സ്കൂളിലെ ഓഫീസ് സ്റ്റാഫായിരുന്നു. അപ്പം വയലിനിസ്റ്റ് ആണ്, നല്ല വയലിനിസ്റ്റ് ആണ്, ചിത്രകാരനാണ്, അതുപോലെ ഹാർമോണിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഹാർമോണിയം വായിക്കുന്നതൊക്കെ കണ്ട് ആണ് ഈ ഹാർമോണിയം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അതുപോലെ തന്നെ OA ബേബിച്ചേട്ടൻ പിന്നെ നമ്മുടെ കൂടെ ഇന്നില്ല. സംഘമിത്രയിലെ പിന്നെ നാടക സമിതിയിലെ മ്യൂസീഷ്യനായിരുന്നു, നല്ല ഗിറ്റാറിസ്റ്റാണ്, കീബോർഡിസ്റ്റാണ്. മലബാർ മേഖലയിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് OA ബേബിച്ചേട്ടൻ. അതുപോലെ തന്നെ ഉണ്ട് സോളമനാശാൻ തബല വായിക്കുന്നു. ഇന്ന് മലബാറിലെ ആദ്യകാല തബലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെയൊക്കെ ശിഷ്യന്മാർ ഒത്തിരി പേരുണ്ട്. സോളമനാശാന്റെ 3 മക്കളും മ്യൂസീഷ്യൻസ് ആണ്, നല്ല തബലിസ്റ്റുകളാണ്. അപ്പം സോളമനാശാനൊക്കെ എനിക്ക് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പിന്നെ ഹാർമോണിയത്തിൽ എന്തെങ്കിലും പാട്ടൊക്കെ വായിക്കുമ്പോൾ ഇതിനിടയിലുള്ള ചെറിയ ലിങ്ക് വായിക്കാനൊന്നും എനിക്കന്ന് അറിയത്തില്ല. അപ്പൊ അന്നേരം സോളമനാശാനാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു ഫില്ല് ചെയ്ത് വായിക്കാൻ. അപ്പൊ ലിങ്ക് എന്നൊക്കെയുള്ള പിന്നീടാണ് നമുക്ക് അതിന്റെ വാക്കുകളൊക്കെ മനസ്സിലായത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ എനിക്കിന്നും ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ശിക്ഷണത്തിലാണ് എന്റെ ഭാഗ്യവാനാണ്. തീർച്ചയായിട്ടും. പിന്നെ ഒരു സംഗീത മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു അവസരം തരുന്നത് സിസ്റ്റർ റോസ്ലി ജോൺ കൊല്ലക്കൊമ്പിൽ എന്ന് പറഞ്ഞ ആരാധന സഭയിലെ സിസ്റ്ററാണ്. റോസ്ലി സിസ്റ്ററാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു കാസറ്റിൽ, അന്ന് കാസറ്റാണ്, ഒരു പാട്ട് 10 പാട്ട്, ആത്മസങ്കീർത്തനം എന്നാണ് ആദ്യത്തെ ആൽബത്തിന്റെ പേര്. അതില് ബിജു നാരായണൻ, സംഗീത, അങ്ങനെ ഉള്ള പ്രശസ്തരായ ആൾക്കാരൊക്കെ അന്ന് പാടി. അങ്ങനെ ഒട്ടനവധി ആൾക്കാർ എന്റെ ഈ സംഗീത ജീവിതത്തിൽ എന്റെ കൈപിടിച്ച് തീർച്ചയായിട്ടും. അപ്പൊ അവരെയൊക്കെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു, ഓർക്കുന്നു. നമ്മൾ യൂട്യൂബിൽ കാണുന്ന ആ പ്രോഗ്രാം, അതിനപ്പുറത്തേക്ക് അത് ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് മുമ്പ് സിബിച്ചൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഞാൻ അറിഞ്ഞു. കോഴിക്കോട് ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഈ ഭാഗത്തോട്ട് ആൾക്കാർ ഇതാ ക്ഷണിക്കാൻ പോവാണ്. അപ്പൊ ആ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയാമോ? രാഗാർദ്രം സിബിച്ചൻ പാടുന്നു, അതാണ് ആ പാട്ടിന്റെ പ്രോഗ്രാമിന്റെ പേര്. അതെന്റെ പ്രിയ സുഹൃത്ത് ഷാജി നാരായണൻ എന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, RLV മ്യൂസിക് കോളേജില് എന്റെ കൂടെ പഠിച്ച ആളാണ്. ഒരു കെമിസ്ട്രി എന്ന പേരില് ഒരു അഡ്വർടൈസിങ് കമ്പനി എറണാകുളത്ത് നടത്തുന്നു. വർഷങ്ങളോളം ഗൾഫിലായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ പേര് സിബിച്ചൻ അപ്പൊ എന്റെ പാട്ടുകൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം നന്നായിട്ട് പാടുന്ന, ഷാജി നന്നായിട്ട് പാടും. അപ്പം വരകാരനാണെങ്കിലും അപ്പൊ അദ്ദേഹമാണ് അതിന് നന്നായിട്ടൊരു ഒരു പിന്നെ ലെറ്ററൊക്കെ ഡിസൈൻ ചെയ്തു തന്നു. അദ്ദേഹം തന്നെ ഈ ഒരു പ്രോഗ്രാമിന് പേരിട്ട് തന്നു. ഈ മലബാർ സൈഡിലേക്ക് പാലക്കാട് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ചെയ്തു. ഒരു 2 വർഷം മുമ്പ് നമ്മൾ ഡോൺ ബോസ്കോ കോളേജില്, അങ്ങാടിക്കടവ് കോളേജിൽ, അവിടെ അവർക്ക് വേണ്ടിയിട്ട് അതിന്റെ പ്രിൻസിപ്പൾ അച്ഛൻ എന്നെ വിളിച്ചു, ഫ്രാൻസിസ് കാരക്കാട്ടച്ഛൻ. അച്ഛൻ എന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു എന്റെ പാട്ടുകളെയൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനാണ്. അപ്പൊ അച്ഛന് അതിനൊരു അവസരം അവിടെ തന്നിരുന്നു. അപ്പൊ ഞങ്ങള് തലശ്ശേരി പ്രദീപേട്ടൻ തബല, ഹരി പയ്യന്നൂര്, അപ്പൊ ഇവര് 2 പേരാണ് എനിക്ക് അക്കമ്പനി ചെയ്യുന്നത്. പിന്നെ ഗിറ്റാർ അല്ലെങ്കിൽ കീബോർഡ് ആരെങ്കിലും അന്നേരം കിട്ടുന്ന ആരെങ്കിലും. അപ്പൊ ഇവര് 2 പേരും സ്ഥിരമായിട്ട് എന്റെ കൂടെ ഇവിടെ ഉണ്ട്.
അപ്പൊ ഇങ്ങോട്ടുള്ള പ്രോഗ്രാമുകൾ പിന്നെ ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്തോട്ടൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അതെന്താ വെച്ചാൽ ഇരട്ടി എന്നുള്ള പേരില്ലാതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതിനകത്ത് സിബിച്ച പാടുന്നത് മാത്രമല്ല, സിബിച്ച ഇരട്ടിയെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇരട്ടിയിൽ നമ്മളിന് പ്രോഗ്രാം കൊണ്ടുവരികയാണ്. നമ്മുടെ മലയോര മേഖലയിലൊക്കെ ഇത്തിരി പ്രോഗ്രാമുകൾ, സ്റ്റേജുകളൊക്കെ വരട്ടെ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ സജീവ സാന്നിധ്യമാണ് ഇന്ന്. അതുപോലെ തന്നെ അതുപോലെ എന്ന് പറഞ്ഞാല് ഒത്തിരി ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങൾ, അത് കഴിഞ്ഞ് ഇതാ സിനിമയിലേക്ക് ഇനി എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നമ്മുടെ പ്രിയ കൂട്ടുകാരന്മാരൊക്കെ സിബിച്ച ഇരട്ടിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ എപ്പിസോഡോടെ. എന്തായാലും തീർച്ചയായും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. എന്റെ നാട്ടുകാരൻ എന്നതിൽ അഭിമാനിക്കുന്നു ഞാൻ. കാരണം ഇരട്ടി എന്ന പേര് എന്റെ ഹൃദയത്തിൽ കൊണ്ടതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിലും അത് കോറിയിട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ നാടിനെ നെഞ്ചിലേറ്റി ലോകം മുഴുവൻ എത്തുന്ന നമ്മുടെ സിബിച്ചൻ ഇരട്ടിയാണ് ഈ ഒരു അരമണിക്കൂർ നമുക്ക് സംഗീത സാന്ദ്രമായ ഒരു നിമിഷങ്ങൾ സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുക. അതിലും ഒത്തിരി ഗാനങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. വെള്ളിയാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുക. എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നു, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ സാധിച്ചത് സന്തോഷിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വരുന്നതുവരെ ബൈ.